ഹായ് എവരിവൺ. ബിഗ് ബോസ് സീസൺ 6 ഫിനാലയിലോട്ട് അടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഫിനാലയിലോട്ട് അടുക്കാൻ ഇനി കേവലം 3 ആഴ്ചയോ മറ്റേ ഉള്ളൂ. അപ്പോൾ ഫിനാലയിലോട്ട് അടുക്കുന്ന ഈ സമയത്ത് നമുക്ക് അവിടെയുള്ള ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചൊന്ന് വിലയിരുത്താം. ഇപ്പോൾ ടോപ്പ് 10 കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അതായത് ഹൗസിനുള്ളിൽ ഇപ്പോൾ 10 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഈ പുറത്തായ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗെയിമൊക്കെ ഇപ്പോൾ കുറേ കോൺട്രവേഴ്സി ഒക്കെ ആയിട്ട് നടക്കുന്നത് ഗെയിമൊക്കെ പുറത്താണ്. പക്ഷേ ഔട്ടായ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അകത്തുള്ളവരൊക്കെ ഔട്ടാവേണ്ടവരും പുറത്തുള്ള, അതായത് ഔട്ടായി പോയ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇലക്ഷൻ വഴിയും പിന്നെ മെഡിക്കൽ കണ്ടീഷൻ വഴി പുറത്തായവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിരുന്നു അകത്ത് വേണ്ട ടോപ്പ് 10 കണ്ടസ്റ്റൻസും. അതുപോലെ ഇപ്പോൾ അകത്തുള്ള കുറേ ആൾക്കാർ അതുപോലെ എടുത്ത് പുറത്തോട്ട് വെച്ചാൽ നല്ലതായിരുന്നു. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ആരുടെ പക്ഷം പിടിച്ചും പറയാനില്ലേ, കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ എനിക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനോടും പ്രത്യേകിച്ച് ഇയാൾ കൊള്ളാം, ഇയാളാണ് ടോപ്പ് എന്നില്ല, അതായത് ടോപ്പ് 1, അതായത് വിന്നർ എന്നില്ല, ഒരു വിന്നറിനെ എനിക്ക് ഈ ഒരു ഗെയിമിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് സത്യം. നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇജക്റ്റായിപ്പോയ, അതായത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ കുറ്റം തന്നെയാണ്. അതായത് ഇജക്റ്റായിപ്പോയ, ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ഇജക്റ്റായിപ്പോയ റോക്കി മാത്രമല്ല, അതിനു മുമ്പ് പോയ നമ്മുടെ രതീഷ് നല്ല കണ്ടന്റ് മേക്കറായിരുന്നു. മൂപ്പർ ഒരു ചൊറിച്ചൽ ഗെയിമാണെങ്കിലും നല്ല കണ്ടന്റ് മേക്കറായിരുന്നു രതീഷ്, റോക്കി. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ സിബിൻ, അതുപോലെ പൂജ നല്ലൊരു ഗെയിമറായി മുന്നോട്ട് വരുന്ന സമയത്തായിരുന്നു പൂജയ്ക്കും അങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ സംഭവിച്ചത്. പൂജ, സിബിൻ, റോക്കി, രതീഷ്, പിന്നെ ഗബ്രി, പുള്ളി നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെങ്കിലും കുറേ ഒരു പോരായ്മകളും കുറേ നെഗറ്റീവ് ആണ് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തെങ്കിലും നല്ലൊരു ഗെയിമർ പറഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഗെയിമറായിരുന്നു ഗബ്രി. പിന്നെ അതുപോലെ ആരാ വിട്ടത്, പിന്നെ ഇതാ ഇപ്പോൾ പുറത്തുപോയ അപ്സര, അൻസിബ, രണ്ടുപേരും നല്ല ഗെയിമറായിരുന്നു. ഇപ്പോൾ അകത്തുള്ള കുറച്ച് പേരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രണ്ടുപേരും നല്ലൊരു ഗെയിമേഴ്സായിരുന്നു. അതായത് ഇപ്പോൾ ടോപ്പ് 7, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എനിക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ടോപ്പ് 7 നമുക്ക് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടമല്ലേ. ഇനി നമുക്ക് അകത്തുള്ള ഗെയിമേഴ്സിനെ പറ്റി ചില കാര്യങ്ങൾ പറയാം. എല്ലാ കണ്ടസ്റ്റൻസിനെ പറ്റിയല്ല, എന്നാലും കുറച്ച് അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടല്ല, അവരെക്കുറിച്ച് അവരൊരു ഗെയിമിൻ്റെ ഒരു അനാലിസിസ് മാത്രം. അതായത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം, അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, അതായത് നമ്മുടെ സായി കൃഷ്ണ. സത്യം പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് പോകുന്നു, ഗെയിം ആകെ മാറ്റി മറിക്കുന്നില്ല ഒരു ചിന്തയായിരുന്നു. കാരണം നമ്മളെ പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. വീഡിയോ കണ്ട്, കാരണം സ്ഥിരമായ ഒരാൾ വീഡിയോ കണ്ട് അയാൾ ഒരു മനസ്സിലാക്കുമ്പോൾ സത്യമാണ്, വീഡിയോയിൽ കാണുന്ന ആളായിരിക്കില്ല റിയൽ ലൈഫിൽ, എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഇത് പ്രതീക്ഷയുടെ അത്ര എത്തിയെന്നുള്ളത് മാത്രമല്ല, പ്രതീക്ഷയെ ഇല്ലാണ്ടായിപ്പോയി. സീക്രട്ട് ഏജൻറ്റ്, അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നില്ല, പുള്ളി പറയുന്നത് പോലെ സായിൽ തീരെ ഒരു പ്രതീക്ഷ ഇല്ലാതെ മാത്രമല്ല, വേറൊരു കണ്ടസ്റ്റൻ്റ് ഒരു അവസരം കൂടി നഷ്ടപ്പെടുത്തിയ പോലെ. ഇങ്ങനെ സായിക്ക് തന്നെ ഒരു താല്പര്യമില്ല. സായി തന്നെ പറയുന്നു പോവാൻ റെഡിയാണെന്ന്. എന്തിനാ വെറുതെ ഒരാളുടെ അവസരം കളയാൻ അങ്ങോട്ട് പോയത്? വേണ്ടിയിരുന്നില്ല. നമുക്ക് തന്നെ ഒരു വേണ്ടായിരുന്നു, സായി ഇങ്ങനെയാണോ എന്നില്ല ഒരു തോന്നലുണ്ടായിപ്പോയി. അപ്പോൾ നോക്കിയേ, ഒരാളുടെ അവസരമാണ് സായി അവിടെ നഷ്ടപ്പെടുത്തിയത്. സായി കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ശ്രീതുവിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ, ശ്രീതു ഒരു സേഫ് ഗെയിമാണെന്ന് ചോദിച്ചാൽ അതെ. ഇപ്പോൾ അവിടെയുള്ള കുറച്ച് പേരെ നോക്കിയാലും പുറത്തുപോയ കുറേ പേരെ നോക്കിയാലും കൂട്ടത്തിൽ നോക്കിയാൽ ശ്രീതു ഒരു സേഫ് ഗെയിമറാണ്. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് ശ്രീതുവിന്, പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ശ്രീതു അങ്ങനെ മുന്നോട്ട് വരുന്നില്ല. ഫിസിക്കൽ ടാസ്കിലൊക്കെ ഓക്കെയാണ്, എന്നാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ലല്ലോ. എന്നാലും ശ്രീതു കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ടോപ്പ് 10 എത്തി, ഫിനാലെ അടുക്കാറെ, ഇനിയെല്ലാം മുന്നോട്ട് വരട്ടെ. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ട്.
ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ സീരിയലിലൊക്കെ നല്ല ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല കോംബോ ഗെയിമാണല്ലോ, അർജുനുമായിട്ടുള്ള കോംബോ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും പുള്ളിക്കാരത്തിക്ക് ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ശ്രീധുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനീ പറയുന്നത്. ശ്രീധുവിനെ നോക്കുമ്പോൾ പുറത്തുപോയവരൊക്കെ അവിടെ നിൽക്കാനുള്ള അർഹത ശ്രീധുവിനെക്കാട്ടും കുറേ പേർക്കുണ്ട്. പിന്നെയുള്ളത് നോറയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നോറയെ ഇഷ്ടമാണ്. നോറയുടെ പക്ഷേ സംസാരം കേട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നോറ നല്ലൊരു ഗെയിമറാണ്. പക്ഷേ നോറയുടെ ഗെയിമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഡേ 1 തൊട്ടുള്ള കാര്യമാണ് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്യുക. പറയാൻ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ചെവി അടച്ചു വെക്കേണ്ടി വരും. അതായത് ആ കുട്ടി സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച്, സ്വന്തം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് സ്വന്തം കാര്യം, എനിക്കിങ്ങനെ പറ്റി, എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് അതാണ് എല്ലാവരും ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ പറയാൻ കാരണം. ആ ഒരു ഗെയിം എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. അതാണ് നോറയുടെ ഒരു ഗെയിം. പിന്നെ നോറ കഴിഞ്ഞാൽ പറയാനുള്ള നന്ദന ഒരു ഫിസിക്കൽ ടാസ്കിലൊക്കെ ആയാലും പിന്നെ തുറന്നു പറയേണ്ട കാര്യങ്ങളിലൊക്കെ ആയാലും നല്ല ആക്റ്റീവായൊരു കുട്ടിയാണ്. പക്ഷേ മെച്യൂരിറ്റി എന്ന് പറയുന്നില്ല. കാരണം മെച്യൂരിറ്റി ഏജ് വൈസ് എന്നല്ല, ഓരോരാൾക്ക് മെച്യൂരിറ്റി ഇപ്പോൾ 10-40 വയസ്സായാലും 10-30 വയസ്സായാലും 20 വയസ്സായാലും മെച്യൂരിറ്റി ഏജിനനുസരിച്ചെന്നല്ല. എന്നാലും കുറച്ച് മെച്യൂരിറ്റിയുടെ ഏജ് ഞാൻ പറഞ്ഞ പോലെ ഏജ് പറഞ്ഞ് ഞാൻ മെച്യൂരിറ്റി ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എന്നാലും ഒരു സംസാരത്തിലും കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റിയുടെ കുറവ് ആ കുട്ടിക്ക് കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലും പിന്നെ ഒരു കുഞ്ഞനിയത്തി എന്നുള്ള രീതിയിൽ സായിയുടെയും സിജോയുടെയും ഇടക്ക് നിന്ന് കളിക്കുന്നതും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊഴിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ ആ കുട്ടി ഓക്കെയാണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, പുള്ളിക്കാരൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു സേഫ് സോണിലായിരുന്നു. അധികമൊന്നും ആദ്യം വന്ന ഉടനെ ഉള്ള ആ ഒരു തീയൊന്നും പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക്. ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. മുന്നോട്ട് വന്നാൽ പുള്ളിക്കാരൻ തന്നെയാണ് നല്ലത്. കാരണം പുള്ളിക്കാരന് പുറത്ത് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, കുറച്ചുകൂടി മുന്നോട്ട് വരണം. പിന്നെ പറയാനുള്ളത് ഋഷിയെക്കുറിച്ചാണ്. ഋഷി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപ്പുമുളകിൻ്റെ വലിയൊരു ഫാനാണ്. ആദ്യം തന്നെ പറയാം, എനിക്ക് ഋഷിയെ മുമ്പേ വലിയ ഇഷ്ടമാണ്, ഇപ്പോൾ ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂമനാണ്. പക്ഷേ നമ്മൾ ബിഗ് ബോസിൽ നല്ലൊരു ഹ്യൂമൻ അല്ലാതെ നല്ലൊരു മനുഷ്യൻ ആ ഒരു ടാഗ് കിട്ടാൻ വേണ്ടിയിട്ടല്ല പോണത്. പക്ഷെ മൂപ്പര് വല്ലാത്തൊരു ഇമോഷണലാണ്. വേഗം എന്താ പറയുക, വേഗം ഫീൽ ചെയ്യും എല്ലാ കാര്യം, പേഴ്സണലായിട്ട് എടുക്കുകയും വേഗം ഫീൽ ചെയ്യും, വേഗം കരച്ചിൽ വരും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഋഷി. ഇപ്പോൾ അൻസിബ പോയപ്പോൾ തന്നെ ഋഷി ആകെ തളർന്നു പോയി. പക്ഷെ മുന്നോട്ട് വരുമായിരിക്കും. പക്ഷെ ഋഷിയുടെ ഉള്ളിൽ ആ ഒരു തീയുണ്ട്. ഋഷി കുറച്ചുകൂടി ഒരിതായാൽ ഫയറാവും. കാരണം എല്ലാത്തിനും പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഋഷിക്കുണ്ട്. പിന്നെ ഋഷിക്ക് പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ട്. വോട്ടിൻ്റെ രൂപത്തിൽ ആ ഒരു സപ്പോർട്ട് ഋഷിക്ക് വേഗം കിട്ടും. പക്ഷേ ഋഷി കുറച്ചുകൂടി ഫയർ ആവും, അത് ഉറപ്പാണ്. പക്ഷേ ആരെയും ഇനി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, സ്വന്തമായ അഭിപ്രായം പറയുക, പിന്നെ എടുത്ത് ചാടി വേഗം, പിന്നെ കുറച്ച് ലാംഗ്വേജ് ശ്രദ്ധിക്കാണ്ട് എടി പോടി എന്നൊക്കെ വിളിക്കുന്നതിന് പ്രേക്ഷകരിൽ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ അർജുൻ ഈ പറഞ്ഞ പോലെ പുറത്ത് കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ വോട്ട് ആ രൂപത്തിൽ കുറേ കിട്ടും. പിന്നെ മൂപ്പര് ഫിസിക്കൽ ഗെയിംസിലൊക്കെ നല്ലതാണ്. ഇപ്പോൾ അല്ലാതെയും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ടോപ്പ് 5 പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അർജുൻ. പിന്നെ ബാക്കിയുള്ള 3 പേർ, അതാണ് എൻ്റെ മനസ്സിലെ ടോപ്പ് 3. ഞാനീ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു വിന്നറിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും വിന്നറാവാം. അതായത് സിജോ, ജാസ്മിൻ, ജിൻഡോ, ഈ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും വിന്നറാവാം. ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകിച്ച് രാജാവോ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വിന്നറാവാം. ഈ ഒരു 3 പേരിൽ ആര് വിന്നറായാലും ഓക്കെയാണ്. സിജോയുടെ കാര്യമെടുത്താൽ സിജോയുടെ സംസാരം എന്താ പറയേണ്ടത്, നല്ല സ്പഷ്ടമായി പറയാനുള്ള ഒരില്ലേ. പിന്നെ സിജോ പറഞ്ഞതുപോലെ തന്നെ കാട്ടുതീ, സിജോയുടെ ഉള്ളിൽ തന്നെ ആ ഒരു തീയുണ്ട്. കുറച്ച് ഇടയ്ക്ക് കുറേ ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കാം കണ്ടന്റിന് കുറച്ച് ക്ഷാമമുണ്ട്. പക്ഷേ സിജോ ഓക്കെയാണ്. സിജോ അവിടെ ഉള്ളതിൽ വെച്ച് നല്ലൊരു ഗെയിമറാണ്. കാരണം ആരുടെ മുന്നിലും പറയാനുള്ളത് പറഞ്ഞ് കുറേ സമയം, എത്ര സമയം വേണമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സിജോയ്ക്കുണ്ട്. സിജോ ശരിക്കും ഒരു തീ തന്നെയാണ്. നമ്മൾ കളിയാക്കിയൊന്നും വേണ്ട, സിജോ ശരിക്കും ഒരു തീ തന്നെയാണ്. സിജോ ടോപ്പ് 3 എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടായിരിക്കട്ടെ, വിന്നറാകാൻ കഴിവുള്ളതാണ്. വിന്നറാവുന്നുണ്ടെങ്കിൽ വിന്നറാവട്ടെ, കാത്തിരിക്കാം.
പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഈ പറഞ്ഞതുപോലെ തന്നെ ജാസ്മിനോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജാസ്മിൻ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാം, എല്ലാവർക്കും ജാസ്മിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫിസിക്കൽ ഗെയിമിലും ഓക്കെയാണ്. ജാസ്മിനും ഇതുപോലെ പുറത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാസ്മിൻ്റെ കോംബോ ഗെയിം, അതായത് ഗബ്രി ഔട്ടായപ്പോൾ തന്നെ ജാസ്മിൻ്റെ കുറേ അതായത് നെഗറ്റിവിറ്റി പോയി. നെഗറ്റിവിറ്റി എന്നല്ലൊക്കെ പറഞ്ഞ് ജാസ്മിനായിട്ട് വരുത്തി വെച്ചതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ജാസ്മിൻ പഴയ ഒരു ഫയർ ജാസ്മിൻ തിരിച്ചു കിട്ടി. ജാസ്മിൻ കളിച്ച ജാസ്മിൻ തന്നെയാണ് നല്ലത്. കാരണം ജാസ്മിനും പുറത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട്. ജാസ്മിനും വിന്നർ ക്വാളിറ്റിയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ. പക്ഷേ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, ഉള്ളത് പറയണമല്ലോ. ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. കാരണം ജാസ്മിൻ്റെ സംസാരമാണ് ജാസ്മിൻ്റെ മെയിൻ. അതായത് ഞാൻ പറഞ്ഞു ജാസ്മിന് സംസാരിച്ച് നിൽക്കാൻ കഴിയും, പക്ഷേ ആ സംസാരിക്കുമ്പോൾ സംസാരം എങ്ങനെയാവണം, അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് ജാസ്മിൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുറച്ച് വിശകുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ ജാസ്മിൻ സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണമില്ലാതെയായി പോകുന്നു. റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെ മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ പറയുമ്പോൾ അത് പ്രേക്ഷകരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ ശ്രദ്ധിച്ചാൽ ജാസ്മിൻ വിന്നർ ക്വാളിറ്റിയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെയുള്ളത് ജിൻഡോയ്ക്ക് സംസാരിച്ച് നിൽക്കാം. എനിക്ക് കണ്ടതിൽ വെച്ച് മനസ്സിലാക്കും ജിൻഡോക്ക് അധികം സംസാരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ജിൻഡോ കുറേ പരിശ്രമിക്കുന്നുണ്ട്. നല്ലൊരു കണ്ടന്റ് മേക്കറാണ് ജിൻഡോ കൂടി ഇല്ലെങ്കിൽ ആ വീട്ടിൽ ചില സമയത്ത് വളരെ ബോറടി ആണ് ഉണ്ടാവുക. നല്ലൊരു കണ്ടന്റ് മേക്കറാണ്. ഈ ഒരു സീസണിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതും അത് സക്സസ് ആവുകയും ചെയ്തത് ജിൻഡോയുടെ കാര്യത്തിലാണ്. അപ്പോൾ ജിൻഡോ ഇതുപോലെ തന്നെ വിന്നർ ക്വാളിറ്റിയുള്ള ഒരാളാണ്. പ്രേക്ഷകർക്ക് കുറേ പേർക്ക് ജിൻഡോയെ വളരെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴുള്ള ആ ഒരു 10 കണ്ടസ്റ്റൻസിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ ടോപ്പ് 3, എൻ്റെ ഒരു ടോപ്പ് 3 ഇതാണ്. അതായത് ജിൻഡോ, ജാസ്മിൻ, സിജോ, ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും 2ാം സ്ഥാനവും 1ാം സ്ഥാനവും 3ാം സ്ഥാനവും മാറാം. അത് ഞാൻ പറയുന്നില്ല. ഇവരാണ് എൻ്റെ ടോപ്പ് 3. പിന്നെയുള്ള ഞാനൊരു ടോപ്പ് 6, എൻ്റെ മനസ്സിലുള്ളൊരു ടോപ്പ് 6നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 3 പേരെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ വരുന്നത് ഋഷി, അർജുൻ, അഭിഷേക്. ഈ ഒരു 3 പേരായിരിക്കും ടോപ്പ് 6ൽ. അതായത് ജിൻഡോയും സായിയും ജാസ്മിനും കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പേര് ഇവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പറഞ്ഞത്, കുറച്ച് വോട്ട്, നമുക്ക് ഇത്രയും നാളൊരു വോട്ടും പിന്നെ കുറച്ച് ഫാൻസിൻ്റെ ഒക്കെ കമൻസും ഒക്കെ കാണുമ്പോൾ പുറത്തുള്ള ഫാൻസിൻ്റെ ഒരു ബേസ് നോക്കുമ്പോൾ എനിക്ക് ഇവർ 3 പേരുമാണെന്ന് തോന്നും. അങ്ങനെ ഒരു ടോപ്പ്, എൻ്റെ മനസ്സിലുള്ളൊരു ടോപ്പ് 6 പറഞ്ഞാൽ ജിൻഡോ, ജാസ്മിൻ, സിജോ, ഋഷി, അർജുൻ, അഭിഷേക്, ഇവരാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ടോപ്പ് 6. ഈ ടോപ്പ് 3 കുറച്ച് മാറാൻ കുറച്ച് ഇവർ തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ടോപ്പ് 6ൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ള 3 പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി 3 ആഴ്ചയിലുള്ളൂ. നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ, മുന്നോട്ട് വരട്ടെ, നമുക്ക് നോക്കാം. ബൈ. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ.